18 വയസ്സ് തികയാൻ 2 ആഴ്ച മാത്രം ബാക്കിയുള്ള ഒരു പെണ്ണ്. ആ പെൺകുട്ടി ഉമ്മയോട് ചെന്ന് പറയാ, ഇന്നാരിന്നവൻ എന്നെ കെട്ടിച്ചു കൊടുക്കണം. കോവിഡിന്റെ മുമ്പ് അങ്ങനെ നമ്മൾ കേൾക്കാറുണ്ട പെൺകുട്ടികൾ നേർക്ക് ചെന്ന് എന്നെ കെട്ടിക്കുന്നു പറയാ. ഇപ്പൊ പച്ചയില് പറയാ എന്നെ കെട്ടിച്ചു കൊടുക്കണം. മോളെ 18 വയസ്സ് തികയാൻ 2 ആഴ്ച മാത്രല്ലേ ബാക്കിയുള്ളൂ. അപ്പൊ ഈ പെണ്ണ് പറയാൻ ചാടിപ്പോകും. ഞാൻ ചാടിപ്പോകുന്നു ഉമ്മാന്റെ മുഖത്ത് നോക്കിയിട്ട്. ബാപ്പ വന്നപ്പോ പേടിച്ചു നിൽക്കുന്ന ഉമ്മ പറഞ്ഞു, മോളെ കെട്ടിച്ചു കൊടുത്തില്ലെങ്കിൽ ചാടിപ്പോന്ന് അവളെന്നെ പറയുന്നുണ്ട്. അപ്പൊ ആ ഉപ്പ നാണം കെടുന്നതിന് മുമ്പ് നമുക്ക് കെട്ടിച്ചു കൊടുക്കാറ്. നമ്മുടെ ജില്ലയിലാട്ടാ കല്യാണം കഴിച്ചു കൊടുത്തു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്ക് ആ പെണ്ണ് പറഞ്ഞു എനിക്കവരെ വേണ്ട. എന്താ ഹാല്? അപ്പൊ ഉപ്പൊന്ന് ദേഷ്യം പിടിച്ചു. സ്വന്തം പാപ്പല്ലേ, ഉമ്മയെക്കാളും പച്ച പാവമാണ് ഉപ്പ. അത് പുതിയ തലമുറക്കൊന്നും അറിയൂല. ഉമ്മയെക്കാളും പച്ച പാവമാണ് ഉപ്പ. അത് എൻ്റെ മക്കൾ മുത്തഅല്ലിമീങ്ങളൊക്കെ ഉപ്പാനെ കൽബിൽ ഇറക്കി വെക്കേണ്ടവരാണ്. ഉമ്മയെക്കാളും പച്ച പാവമാണ് നമ്മുടെ ഉപ്പ. ഉമ്മാക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയും, ഉപ്പാക്കത് പ്രകടിപ്പിക്കാൻ കഴിയൂല. മക്കളെ നമ്മളെ വളർത്തുന്നതും ഒരു ഭാവിയുണ്ട് എല്ലാത്തിനും സഹിക്കുന്നതും കഷ്ടപ്പെടുന്നതും കടം വാങ്ങുന്നതും എല്ലാം നമ്മളെ വാപ്പന്നെയാണ്. ആ ഉപ്പയോട് പറഞ്ഞപ്പോ വാപ്പ പേടിച്ചിട്ട് കല്യാണം കഴിച്ചു കൊടുത്തു. ലക്ഷങ്ങൾ മുടക്കി ആഭരണങ്ങളും ഉണ്ടാക്കി ആ മോളെ കല്യാണം കഴിച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്ക് അവള് പറഞ്ഞു എനിക്കവനെ വേണ്ട. ഉപ്പൊന്ന് ദേഷ്യം പിടിച്ചു പോയി. വാപ്പല്ലേ. ഉടനെ പെൺകുട്ടി മക്കളെ വിളിച്ചു പോലീസ് സ്റ്റേഷനിലേക്ക്. എന്നിട്ട് പറഞ്ഞു 18 വയസ്സ് തികയുന്നതിന് മുമ്പ് എന്റെ ഉപ്പ എന്നെ കല്യാണം കഴിച്ചു വിട്ടു, ഉമ്മയും ഉപ്പയും. ആ സാധുക്കൾ 20 കൊല്ലത്തെ തടവിലാണ് അത്ര സഹോദരങ്ങളെ. നാട്ടുകാരിപ്പോ കൂടിയിട്ട് എന്തോ രക്ഷപ്പെടുത്തുന്നുണ്ടെന്ന് കേൾക്കുന്നു. ഞാൻ അന്വേഷിക്കുന്നുണ്ട് ആ കുടുംബത്തെ കുറിച്ച്. ആ പാവങ്ങൾ 20 കൊല്ലത്തെ തടവിലാണെന്ന് കേൾക്കുന്നത്. സ്വന്തം മകൾ ഒരു കൃപയില്ല, ഒരു ശഫക്കത്തില്ല. എന്റെ പെങ്ങളെ പെൺകുട്ടികളോട് പറയുന്നു, മക്കളെ പഴയകാലത്തുള്ള ശഫക്കത്തോ കൃപയോ ഒന്നുമില്ലാതെ പച്ചയിൽ വിളിച്ചിട്ട് ഉപ്പ ഉമ്മ പാവങ്ങളെ അവിടുന്ന് തടവിലാക്കുക എന്ന് പറയുമ്പോൾ എവിടെയാണ് ലോകം എത്തി നിൽക്കുന്നത്? അതിലേറെ വിഷമകരമായൊരെങ്ങും ഞാൻ ഈ അടുത്ത് പരിസരത്ത് വഅദിന് വന്നു. അവിടെ വെച്ച് മനസ്സ് തെറ്റെന്ന് പറഞ്ഞുപോയി. വേദനാജനകമായ ഒരു രംഗമായിരുന്നത്. ഒരു ഉമ്മയുടെ മാറിടത്തിൽ ചവിട്ടുന്ന പൊന്നുമകൾ. ഏതോ രാജ്യമല്ല, നമ്മുടെ ജില്ലയില. ഒരു ഉമ്മയുടെ മാറിടത്തിൽ ചവിട്ടുന്ന ഒരു പെണ്ണ്. ഏത് ഉമ്മയാണെന്നറിയോ? എന്റെ ശബ്ദം കേൾക്കുന്ന മക്കളെ, ഈമാനുള്ള പെൺകുട്ടികളോട് എനിക്കും പെൺമക്കളുണ്ട്. അതുപോലെ ഈ പ്രദേശത്ത് മഹാനായ ശൈഖുനാ കെ.വി. ഉസ്താദ് അല്ലാഹു ദറജയേറ്റി കൊടുക്കട്ടെ, ഉസ്താദിന്റെ മുഹബ്ബീങ്ങളായി വന്ന ഈ നാട്ടിലുള്ള മക്കളോട് പെൺകുട്ടികളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, മോളെ ഏത് ഉമ്മയാണെന്നറിയോ? ഈ പെൺകുട്ടിയെ 10 മാസം നൊന്ത് പ്രസവിച്ച ഉമ്മ. ആ ഉമ്മ ഈ പെൺകുഞ്ഞിനെ പ്രസവിച്ചു. മാസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും, ഉമ്മമാരൊക്കെ ഓർക്കണം, മാസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ഈ ഉപ്പ മരണപ്പെട്ടു. ഈ പെൺകുട്ടിയുടെ ഈ ഉമ്മ എന്ന് പറഞ്ഞാൽ 20 വയസ്സ് തികയാത്ത ഉമ്മ. 18 വയസ്സിൽ കല്യാണം കഴിച്ചു വിട്ടു. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞിനെ അള്ള കൊടുത്തു. അപ്പോഴേക്കും ഭർത്താവ് മരിച്ചു. അപ്പൊ ഈ പെണ്ണിനെ വേറൊരാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ കുടുംബം തീരുമാനിച്ചു. ഈ ഉമ്മ പറഞ്ഞു, എൻ്റെ ഈ ചോര പൈതലിനെ പുതിയാപ്പിളയോ അല്ലെങ്കിൽ അവിടെ വീട്ടുകാർക്കൊന്നും ഇഷ്ടപ്പെട്ടു കൊള്ളണമെന്നില്ല. അല്ലാഹു തആല എനിക്ക് ആദ്യമായി നൽകിയൊരു കുഞ്ഞാണ്. ഈ കുഞ്ഞിനെ വിചാരിച്ച് ദുനിയാവിൽ ഞാൻ വേറെ കല്യാണത്തിന് മുതിരുന്നില്ല, വേറെ ഒരാളെ കൂടെ ഇനി ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ കുട്ടിയെ വിചാരിച്ചിട്ട് ഈമാനുള്ള എൻ്റെ സഹോദരങ്ങളെ, അങ്ങനെ ഒരു ജീവിതം മാറ്റിവെച്ച് ഈ പെൺകുട്ടിയെ വളർത്തി. 10-20 വയസ്സായപ്പോഴേക്കും 20 കൊല്ലമായപ്പോഴേക്കും ആ ഉമ്മാക്ക് ഈ പെണ്ണേ ഉള്ളൂ. ഉമ്മയുടെ മാതാപിതാക്കൾ പള്ളിക്കാട്ടിൽ, ഭർത്താവും പള്ളിക്കാട്ടിൽ, പിന്നെ ഉള്ളത് ഈ ഒരൊറ്റ കുട്ടി. ആ കുട്ടിക്ക് വേണ്ടി ജീവിച്ച ഉമ്മ. ഈ പെണ്ണ് 10, 18, 19 വയസ്സ് തികഞ്ഞപ്പോഴേക്കും ആ ഉമ്മയെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഒരുത്തന്റെ കൂടെ ചാടിപ്പോകുന്ന കാഴ്ച.
ചാടിപ്പോയി വിവരം പറഞ്ഞു. ഉമ്മ തേടി അന്വേഷിച്ചു പോയി. ആ പെൺകുട്ടിയുള്ള സ്ഥലത്ത് എത്തി. എന്തായിരിക്കും സഹോദരങ്ങളെ ആ ഉമ്മയുടെ കണ്ണുനീർ? ആ ഉമ്മ വിളിച്ചു. അത് മനസ്സിൽ നിന്നൊരു വിളിയാണ്, മോളെ. ആരാരുമില്ലാത്തൊരു ഉമ്മ, ഈ പെൺകുട്ടി മാത്രമേ ഉമ്മാക്കുള്ളൂ. ആ ഉമ്മ വിളിച്ചു, മോളെ. ഉടനെ തന്നെ ബന്ധപ്പെട്ടവർ പറഞ്ഞു, നിന്റെ ഉമ്മയാണ് വന്ന് വിളിക്കുന്നത്. ഈ പെൺകുട്ടി പറയാ, എനിക്ക് ഉമ്മ വേണ്ട, ഞാൻ ഉമ്മയുടെ കൂടെ പോകുന്നില്ല, ഞാൻ എന്റെ കാമുകന്റെ കൂടെയാ പോകുന്നത്. ഉടനെ തന്നെ ഈ പൊന്നു ഉമ്മ മോളെ എന്ന് വിളിക്കുന്നു. അതോടുകൂടെ മകളുടെ കാൽക്കലേക്കങ്ങ് വീടുന്നു. മുത്തല്ലിമ ഒരു വീഡിയോ എനിക്ക് കാണിച്ചു തന്നു. മനസ്സ് ഞാൻ ഇപ്പോഴും ചിലപ്പോൾ കാണാൻ കഴിയുന്നില്ല സഹോദരങ്ങളെ. ആ ഉമ്മ ഈ പൊന്നുമകളുടെ കാൽക്കലങ്ങ് വീണിട്ട് രണ്ട് കാലും കൂട്ടിപ്പിടിക്കുന്നുണ്ട് ഈ പൊന്നു ഉമ്മ. ഈ പെൺകുട്ടിയുടെ രണ്ട് കാലിനിടയിലാണ് ഉമ്മയുടെ തലയുള്ളത്. പക്ഷേ ദീനിന്റെ മക്കളെ വേദനിക്കുന്നൊരു വാക്ക് പറയട്ടെ, ഈ പെൺകുട്ടി ആ ഉമ്മയുടെ നെഞ്ചത്തെ ചവിട്ടുന്നൊരു കാഴ്ച കാണണം. ഉമ്മ കൈവിടാൻ വേണ്ടിയിട്ട് 2 കൊല്ലത്തോളം ആ പെൺകുട്ടിക്ക് മുല കൊടുത്തുപോയ ഈ പൊന്നുമ്മയുടെ മാറിടത്തിൽ ചവിട്ടുപോടും ഉമ്മ കൈവിട്ടില്ല മക്കളെ. ഈ ഉമ്മ കൈവിട്ടില്ല. അവസാനം ഈ പെൺകുട്ടി ഉമ്മാന്റെ കവടത്ത് ചവിട്ടു നിന്നു, മുഖത്ത് ചവിട്ടു നിന്നപ്പോൾ വേദന സഹിക്കാൻ കഴിയാത്ത ഉമ്മ കൈവിട്ടുപോയി. ആ പെൺകുട്ടി പോവുകയാണ് ഒരു ചെക്കന്റെ കൂടെ. എന്റെ കുട്ടികളോട്, പെൺമക്കളോട് ഞാൻ പറയുന്നു, മോളെ, നിന്റെ ഉമ്മയുടെ മാറിടത്തിൽ ചവിട്ടി 2 മിനിറ്റ് സുഖത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു ചെക്കന്റെ കൂടെ നീ ഇറങ്ങിപ്പോകുന്നുവെങ്കിൽ അനുഭവിച്ചിട്ട മക്കളെ നിങ്ങൾ മരിക്കോ. അല്ലാഹു റബ്ബുൽ ആലമീൻ, അല്ലാഹു റബ്ബുൽ ആലമീൻ. മോളെ, പടച്ച റബ്ബ് നിന്നെ വെറുതെ വിടില്ല. ആരെയാണ് നീ ചവിട്ടിയത്? ഊരു ചുറ്റി നടക്കുന്ന ഏതോ ഒരു ചെക്കന് വേണ്ടി എന്റെ പെൺമക്കളെ, അവൻ വഞ്ചകനാണ്, അവൻ ചതിയനാണ്, അവൻ നന്ദി കെട്ടവനാണ്. മോളെ, അവന് നീ മാത്രമായിരിക്കില്ല, അവന് നിന്നെ പോലെയുള്ള വേറെയും കുറെ പെൺകുട്ടികൾ ഉണ്ടാവും. വഞ്ചകന്മാരാണ് അവരെന്ന് എന്റെ ഈ നാട്ടിലുള്ള കെ വി ഉസ്താദിന്റെ മഹബത്തുള്ള മക്കൾ വീട്ടിൽ ശ്രദ്ധിക്കണമെന്ന് ഞാൻ എന്റെ കുട്ടികളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ചതിയന്മാരാണ്, വഞ്ചകന്മാരാണ്. അവരുടെ 2 മിനിറ്റ് സുഖത്തിന് വേണ്ടി മോളെ, ഏതെങ്കിലും ഒരു ചെക്കന്റെ കൂടെ നിന്റെ ഉമ്മയുടെ കവളത്തെ ചവിട്ടിയിട്ട് നിന്റെ പൊന്നുപ്പയെ നാണം കെടുത്തി. പച്ചപാവമാണ് മോളെ നിന്റെ ഉപ്പ. നിന്റെ ഉമ്മ പ്രസവിച്ചതു മുതൽ നിന്നെ വളർത്തുന്നതും ഒരു മോതിരം വാങ്ങിത്തന്നതും 10-18 കൊല്ലം നിന്നെ പഠിപ്പിച്ചതും അതിനു വേണ്ടി ലക്ഷങ്ങൾ മുടക്കിയതും മോളെ കല്യാണ പ്രായമാകുമ്പോഴേക്കും 10-20 പവൻ സ്വരൂപിക്കുന്നതും കല്യാണ ചെലവ് സ്വരൂപിക്കുന്നതും നിനക്ക് വേണ്ടി ലക്ഷങ്ങൾ കടവാങ്ങുന്നതും നിനക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ആ സാധുവായ ഉപ്പ, ആ വാപ്പയെ നാണം കെടുത്തിയിട്ട് സമൂഹത്തിൽ വഷളാക്കിക്കൊണ്ട് ഉമ്മയുടെ മാറിടത്തിലും ചവിട്ടി ഏതെങ്കിലും ഒരു ചെക്കന്റെ കൂടെ നീ ഇറങ്ങിപ്പോകുന്നുവെങ്കിൽ മോളെ, അവന്റേത് കഴിഞ്ഞാൽ ഞാൻ തങ്ങളാപ്പടക്കമുള്ള പടിക്കൽ സാറടക്കമുള്ള മഹാന്മാരായ ഉസ്താദുമാരുടെ സാന്നിധ്യത്തിൽ വെച്ച് ഞാൻ എന്റെ കുട്ടികളോട് പറയുന്നു, മക്കളെ, അവന്റേത് കഴിഞ്ഞാൽ അവൻ നിന്നെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയും. ആർക്കും വേണ്ടാത്ത ചണ്ടിയായി നീ റോഡരികിലോ ബസ് സ്റ്റോപ്പുകളിലോ മറ്റു സ്ഥലങ്ങളിലോ നീ ഇരിക്കുന്നുവെങ്കിൽ ആരാണ് മോളെ നിന്നെ കാണാൻ വരിക? ആരാണ് നിന്റെ കൈപ്പിടിക്കാൻ വരിക? കുടുംബത്തെ നാണം കെടുത്തിയവളാണ് നീ, നാട്ടുകാർക്ക് ശാപമാണ് നീ, നാടിനെ പറയിപ്പിച്ചവളാണ്. പക്ഷേ എന്റെ ശബ്ദം കേൾക്കുന്ന പെൺമക്കളെ, ആര് നിങ്ങളുടെ അരികിലേക്ക് വന്നില്ലെങ്കിലും ആകാശത്തിന്റെ ചുവട്ടിൽ അല്ലാഹു തആല പടച്ച കോടാനകോടി പടപ്പുകളിൽ ഒരു ജീവി മോളെ, എന്റെ കുട്ടികളെ,
ഒരു ജീവി നിന്റെ അരികിലേക്ക് വരും, നിന്റെ മുഖത്ത് നോക്കും, മോളെ എന്ന് വിളിക്കും, നിന്നെ അടച്ചുകൂട്ടും, വീട്ടിൽ കൊണ്ടുപോയി വയറ് നിറയെ ഭക്ഷിപ്പിക്കും. നീ ചാടിപ്പോയവളാണെന്നറിയാം, നീ ഒരു വ്യഭിചാരി പെണ്ണാണെന്നറിയാം, നീ നന്ദി കെട്ടവളാണെന്നും അറിയാം. എന്നാലും നിന്റെ മുഖത്ത് നോക്കിയിട്ട് കടിക്കും മോളെ എന്ന് പറയും. ആരാണെന്നറിയോ? മോളെ നിന്റെ ഉമ്മയാണ് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്റെ ഉമ്മയുടെ കൂടെ പോകുന്നില്ല, ഞാൻ കാമുകന്റെ കൂടെയാ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ മോളെ നിന്റെ കാലിലേക്ക് വീണ് നിന്റെ പൊന്നുമ്മയില്ലേ, ആ ഉമ്മയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ആ ഉമ്മയാണ് നിന്നെ അടച്ചുകൂട്ടുന്നത്. കാരണം ആര് നിന്നെ വലിച്ചെറിഞ്ഞാലും എന്റെ മക്കളെ ഉമ്മാക്ക് നമ്മ മറക്കാൻ കഴിയൂല, ഉമ്മാക്ക് നമ്മ കൈയൊടിക്കാൻ കഴിയില്ല. കാരണം ഈ വഅദ് പറയുന്ന മുസ്ലിയാരെ, എന്റെ ഉമ്മ എന്നെ പ്രസവിക്കുമ്പോൾ അശദ്ദു മിനൽ മൗത്ത് കിതാബുകളൊക്കെ കാണാം, മരണത്തെക്കാളും ശക്തത്തുള്ള വേദന സഹിച്ചിട്ടാണ്, മരണത്തെക്കാളും വേദനയുള്ള ശിദ്ധത്തുള്ള വേദന സഹിച്ചുകൊണ്ടാണ് അത്രേ നമ്മുടെ ഉമ്മ നമ്മ പ്രസവിച്ചിട്ടുള്ളത്. മുത്തഅല്ലിമീങ്ങളോട് മക്കൾ എന്ന നിലക്ക് പറയുന്നു, കുട്ടികളെ, നമ്മുടെ ഈ ജീവൻ ഉണ്ടായിരിക്കെ നമ്മുടെ കൈകാലുകൾ കൊത്തിമുറിക്കുന്നുവെങ്കിൽ, മോനെ നമ്മുടെ കാലെങ്ങാനും ഒരു മനുഷ്യൻ വന്ന് വെട്ടി നുറുക്കിയാൽ, എന്റെ മക്കളെ നമ്മുടെ രണ്ട് കൈകൾ 10 കഷ്ടമാക്കിയാൽ നമ്മുടെ വേദന എത്രയായിരിക്കും? അതിനേക്കാളും വലിയ വേദന നമ്മുടെ ഉമ്മ നമ്മ പ്രസവിക്കുമ്പോൾ സഹിച്ചിട്ടുണ്ട്. പാവമാണ്, സാധുവാണ്. മുമ്പ് പടിക്കലിൽ വന്ന് വഅദ് പറയുമ്പോ എന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു, എന്റെ ഉപ്പയും ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ഇന്ന് ചേളാരി പ്രദേശത്ത് വഅദിന് വരുമ്പോൾ ഉമ്മ പള്ളിക്കാട്ടിലാണ്, ബാപ്പയും പള്ളിക്കാട്ടിലാണ്. ഞാൻ ഇന്ന് ഈ വഅദ് കഴിഞ്ഞ് എന്റെ വീട്ടിൽ പോകുന്നുവെങ്കിൽ എന്റെ ഉമ്മ കിടന്നിരുന്ന കട്ടിലൊന്ന് കണ്ടാൽ എന്റെ കുട്ടികളെ ഹക്കാൻ ഇപ്പോഴും മനസ്സങ്ങ് പതറിപ്പോകുന്നുണ്ട്. രാത്രി 3 മണിക്ക് 4 മണിക്ക് വീട്ടിൽ ചെന്ന് ഉമ്മ കിടന്നിരുന്ന കട്ടിൽ കണ്ടാൽ അതെന്തോ പെട്ടെന്ന്. കാരണം രാത്രി വഅദ് കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ എത്ര വൈകിയാലും എഴുന്നേൽക്കുന്നത് ഉമ്മ തന്നെയായിരിക്കും. ഒരു തുള്ളി വെള്ളം കുടിച്ച് ചായ കുടിച്ച് കിടന്നോ എന്ന് പറയുന്നത് അത് ഉമ്മയായിരിക്കും. മക്കളെ, ഞാൻ എൻ്റെ കുട്ടികളോട് തുറന്നു പറയുന്ന പെൺമക്കളോടും മനസ്സ് തുറക്കുകയാണ്. നമ്മുടെ ശരീരത്തിലുള്ള 20 or 25 നരമ്പുകൾ ശരീരത്തിൽ നിന്ന് ജീവനോടെ എൻ്റെ കുട്ടികളെ ഒരു ബ്ലേഡ് എടുത്ത് തൊലി മുറിച്ച് നമ്മുടെ കൈകളിലുള്ള നരമ്പുകൾ അങ്ങ് വലിച്ചാൽ മോനെ നമ്മുടെ വേദന എത്രയാണ്? അതിനേക്കാളും വലിയ വേദന നമ്മുടെ ഉമ്മ നമ്മ പ്രസവിക്കുമ്പോൾ സഹിച്ചിട്ടുണ്ട്. ഏതോ തറവാട്ടിന് നിരക്കാത്ത ഏതെങ്കിലും ഒരു ചെക്കന് വേണ്ടിയിട്ട് ആ ഉമ്മയുടെ മാറിടത്തിൽ ചവിട്ടി ഉമ്മാന്റെ കവളത്തും ചവിട്ടിയിട്ട് നീ ഇറങ്ങിപ്പോകുന്നുവെങ്കിൽ മക്കളെ പിടഞ്ഞു മരിക്കേണ്ടി വരും. ലാ തമൂതു വലാ തഹ്യ, മരിക്കില്ല മോളെ, ജീവിക്കുകയുമില്ല. ആ നിലക്ക് റബ്ബ് നിങ്ങളെ പരീക്ഷിക്കുമെന്ന് ഈ മഹാന്മാരെ ഇരുത്തി, സാദാത്തുക്കളെ ഇരുത്തി. അൽഹംദുലില്ലാഹ്, റസൂലുള്ളാഹിന്റെ മക്കളിൽ മുവഫ്ഫഖായ കുട്ടികൾ ഇവിടെയുണ്ട്. ആ മക്കളെ ഇരുത്തിയിട്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നു, മമ്പ്രത്തെ തങ്ങൾ പാപ്പ തൊട്ട് എല്ലാവരും ഇവിടെയുണ്ട്. ഞാൻ അവരെ ഇരുത്തി പറയുന്നു, മക്കളെ അരുത്. ഞാൻ എന്റെ പൊന്നു കുട്ടികളോട് പറയുന്നു, ഉമ്മാനെ കരയിപ്പിക്കരുത്. നമ്മുടെ ഉപ്പ അൽ വാലിദു ഔസതു അബ്വാബിൽ ജന്ന, എന്റെ മുത്തഅല്ലിമീങ്ങളെ റസൂലുള്ളാഹി പഠിപ്പിച്ച ഒരു ഹദീസാണ്. അൽ വാലിദു, നമ്മുടെ ഉപ്പ എന്ന് പറഞ്ഞാൽ ഔസതു അബ്വാബിൽ ജന്ന, സ്വർഗ്ഗത്തിലെ കവാടങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട മധ്യത്തിലുള്ള കവാടമാണ് നമ്മുടെ ഉപ്പ. പുതിയ തലമുറക്കറിയോ? പുതിയ തലമുറയിൽ ആർക്കാണ് ഉപ്പയോടൊരു പ്രത്യേകമായ സ്നേഹം വരുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കി, ആർക്കാണ് ഒരു മഹബത്തുള്ളത്? മിണ്ടുമ്പോഴേക്കും ഉപ്പാക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയില്ല, സത്യമാണ്. പക്ഷേ ആ ഉപ്പയോട് ദേഷ്യം പിടിക്കുന്ന കുട്ടികളുണ്ട്, ആ ഉപ്പയോട് പിണങ്ങുന്ന മക്കളുണ്ട്. മാതാപിതാക്കളോട് കണ്ണട
കണ്ണടച്ച് തുറക്കുന്ന സമയം ഉമ്മയോട് പിണങ്ങുന്നത് 1 മിനിറ്റ് പോലും ഉപ്പയോട് പിണങ്ങരുതേ. ആ പാവങ്ങളോട് പിണങ്ങുന്നത് ഹറാമാണ്. യഹ്റുമുൽ ഹജ്റു തുർഫത ഐൻ. ഇതാണ് കുട്ടികളെ ദീൻ പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ആ പാവങ്ങളെ ബുകാഉസ് സാലിഹീൻ ബുകാഉൽ വാലിദൈൻ മഹാന്മാര് പഠിപ്പിക്കുന്നത് കാണാം. ഫൗഖ കുല്ലി ഫുജൂരിൽ ഫുജൂർ. ലോകത്തെ ഏറ്റവും വൃത്തികെട്ടൊരു പദം, വൃത്തികെട്ടൊരു പ്രവൃത്തി ആരെന്ത് പറഞ്ഞാലും അത് പറഞ്ഞിട്ടുണ്ടോ പ്രവർത്തിച്ചിട്ടുണ്ടോ അതിന്റെ അപ്പുറത്തൊരു വൃത്തികേടുണ്ടാവും. ഈ ഭൂമിയിൽ ഒരാൾ എത്ര വലിയ വൃത്തികേട് കാണിച്ചു എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ വൃത്തികേട് പറഞ്ഞു എന്ന് പറഞ്ഞാലും ഫൗഖ കുല്ലി ഫുജൂരിൽ ഫുജൂർ ഹത്താ യഉഖ റജുലു വാലിദൈ. എന്റെ മുതഅല്ലിമീങ്ങളെ, അല്ലാഹു പടച്ച ഭൂമിയിലെ വൃത്തികേടുകളിൽ ഏറ്റവും വലിയ വൃത്തികേട് ഏതാണോ അത് പറഞ്ഞാൽ അതിന്റെ മുകളിലും ഒരു വൃത്തികേടുണ്ട്. ഹത്താ യഉഖ റജുലു വാലിദൈ. ഒരു കുട്ടിയെങ്ങാനും മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന, മാതാപിതാക്കളുടെ മനസ്സ് തട്ടുന്ന ഒരു പദം പ്രയോഗിച്ചാൽ ബുകാഉൽ വാലിദൈൻ, ഉമ്മയുടെ കണ്ണിൽ, നമ്മുടെ പൊന്നുപ്പയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി വെള്ളം എടുക്കുന്ന ഒരു വാക്കോ പ്രവൃത്തിയോ നമ്മുടെ അരികിൽ നിന്ന് സംഭവിച്ചാൽ അതിന്റെ മുകളിൽ ഇനിയൊരു വൃത്തികേടില്ല. സന്തോഷങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു വല്ലാത്ത ശിക്ഷ അനുഭവിക്കുന്ന ഒരു ദോഷമാണത്, ഒരു വൃത്തികെട്ട ശൈലിയാണത്. നമ്മുടെ ഉമ്മയോ വാപ്പയോ ഈ പ്രസംഗിക്കുന്നവന്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്റെ ഉമ്മ എന്റെ ഉപ്പയെങ്ങാനും ഒരു സെക്കൻഡ് കണ്ണീരൊടുക്കി ബുകാഉൽ വാലിദൈൻ ഒരു തുള്ളി കണ്ണീരൊടുക്കിയാൽ ഇതിനേക്കാളും വലിയൊരു നാശം ഇനി വേറെ അല്ലാഹു പടച്ചിട്ടില്ല. ഇത് ഫുദൈൽ ഇബ്നു ഇയാദ് തങ്ങൾ വിവരിക്കുന്നുവെങ്കിൽ ആരാണ് മക്കളെ നമ്മുടെ ഉമ്മ ഉപ്പ? ഞാൻ എന്തിനാണ് ഈ മുതഅല്ലിമീങ്ങളെ ഇരുത്തിയിട്ട് സഹോദരിമാരെ ഞാൻ ഈ പറയുന്നത്? ഈ ഉമ്മയെ കുറിച്ച് സാധാരണ നമ്മളൊക്കെ ഉസ്താദുമാർ സാദാത്തുക്കളൊക്കെ ഇവിടെയുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, ആർക്കാട് മക്കളെ തർക്കമുള്ളത്? മാമിൽ വലദിൽ യൻദുറു ഇലാ വാലിദൈഹി നദറ റഹ്മാ ഇല്ലാ കതബല്ലാഹു ലഹു ബികുല്ലി നദറത്തിൽ ഹജ്ജത്തൽ മബ്റൂറാ. ചൊല്ലണേ ഖാല റസൂലുള്ളാഹി. ഉറക്കെ ചൊല്ലി മക്കളെ, ഖാല റസൂലുള്ളാഹി. ഏതെങ്കിലും ഒരു കുട്ടി പൊന്നുമ്മയുടെ മുഖത്ത് നോക്കി, സാധുവായ വാപ്പയുടെ മുഖത്ത് നോക്കി, ഉപ്പാ നദറ റഹ്മാ, റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ നോട്ടം നോക്കി ഉമ്മ എന്ന് വിളിച്ച് സന്തോഷിപ്പിക്കുന്നുവെങ്കിൽ, ഉപ്പ എന്ന് വിളിക്കുന്നുവെങ്കിൽ, ഇല്ലാ കതബല്ലാഹു ലഹു ബികുല്ലി നദറത്തിൽ ഹജ്ജത്തൽ മബ്റൂറാ. പരിശുദ്ധമായ കഅബാലയത്തിന്റെ കല്ല് പിടിച്ച് മബ്റൂറായ ഹജ്ജ്, പാൽക്കടൽ പോലെ വിശാലമായി കിടക്കുന്ന അറഫാ മണ്ണിൽ ചെന്ന് ഒരു ഹജ്ജ് ചെയ്യാൻ ഭാഗ്യം ലഭിച്ച മബ്റൂറായ ഹജ്ജ് 40 ദിവസം 8 ലക്ഷം മുടക്കി, 10 ലക്ഷം മുടക്കി, ഈ കഴിഞ്ഞ കൊല്ലം 12 ലക്ഷം മുടക്കിയിട്ട് ഹജ്ജിന് പോയ VIP ഹാജിമാരുണ്ട്. എന്റെ കുട്ടികളെ, ആ 12 ലക്ഷം മുടക്കിയിട്ട് 40 ദിവസം അറഫ, മിന, മുസ്ദലിഫ എല്ലാ സ്ഥലത്തും ഇബാദത്ത് എടുത്തു വന്നാലും എന്റെ മക്കളെ മബ്റൂറായ ഹജ്ജ് ചെയ്തു എന്ന് പറയാൻ പറ്റുമോ? മബ്റൂർ എന്ന് പറഞ്ഞാൽ ഒരു ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ ഹജ്ജ് ചെയ്ത് തിരിച്ചു വരിക എന്നാണ്. പക്ഷേ പറയാൻ ഉറപ്പില്ല മോനെ. നേരെ മറിച്ച് നമ്മുടെ ഉമ്മയെ, നമ്മുടെ ഉപ്പയെ ഈ വഅദ് പറയുന്നവൻ ഇപ്പോൾ പോയി സന്തോഷിപ്പിക്കാൻ കൺമുമ്പിലില്ലല്ലോ. നമ്മുടെ ഉമ്മയെ ഉപ്പയെ ഒന്ന്
സന്തോഷിപ്പിച്ചുകൊണ്ട് നദറ റഹ്മ റസൂലുള്ളാഹിന്റെ കുട്ടികളെ ഇരുത്തി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, നദറ റഹ്മ കാരുണ്യത്തിന്റെ റഹ്മത്തിന്റെ ഒരു നോട്ടം നോക്കി ഉമ്മ ഉപ്പ എന്ന് വിളിക്കാൻ കഴിഞ്ഞാൽ ഇല്ലാ കതബല്ലാഹു ലഹു ബികുല്ലി നദറത്തിൽ ഹജ്ജത്തുൽ മബ്റൂറാ, പവിത്രമായ കഅബാലയത്തിന്റെ കല്ല് പിടിച്ച് ഒരു മബ്റൂറായ ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ് ചെറുപ്പക്കാരെ. നമ്മുടെ ഉപ്പാനെ സന്തോഷിപ്പിക്കുന്നൊരു നോട്ടം നോക്കിയാൽ മബ്റൂറായ ഹജ്ജ് ചെയ്ത പ്രതിഫലം. സ്വഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്റെ ഉപ്പയുടെ മുഖത്ത് 100 പ്രാവശ്യം നോക്കി സന്തോഷിപ്പിച്ചാലോ? മോനെ, 100 ഹജ്ജ് ചെയ്ത പ്രതിഫലം. ഇത് പഠിപ്പിച്ച അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ മക്കളാണ് നമ്മൾ. ആ മക്കളിൽ നിന്നാണ് വാപ്പയുടെ കടുത്തറുക്കുന്ന കഥ കേൾക്കുന്നത്. ആ കുട്ടികളിൽ നിന്നാണ് ഉമ്മയെ ചവിട്ടിക്കൊല്ലുന്നതും വെട്ടിക്കൊല്ലുന്നതും. മലയാളം മണ്ണിന്റെ മക്കൾക്ക് മറക്കാൻ കഴിയാത്ത അവസ്ഥയിൽ, മറക്കാൻ കഴിയാത്ത ചുറ്റുപാടിൽ എന്തു പറയും നാട്ടുകാരെ? ദിവസങ്ങളായിട്ടേ ഉള്ളൂ ഉമ്മാനെ വെട്ടിക്കൊന്നിട്ട്. ഇവിടെയാണ് നമ്മുടെ ഉമ്മ, നമ്മുടെ ഉപ്പ. ഞാൻ എന്റെ മാതാപിതാക്കളോട് ഒന്ന് തുറന്നു പറയുകയാണ്. ശൈഖുനയുടെ മജ്‌ലിസിൽ വെച്ച്, മഹാനായ കെ.വി. ഉസ്താദിന്റെ മജ്‌ലിസിൽ വെച്ച്, അവിടുത്തെ സ്മരണ പുതുക്കുന്ന മജ്‌ലിസിൽ, അവിടുത്തെ പൊന്നുമക്കളായ, അവിടുത്തെ ശിഷ്യഗണങ്ങളായ, അവിടെ മുതഅല്ലിമീങ്ങൾ അവിടുത്തെ മക്കളാണ്. ധാരാളം മക്കളെ അവിടുന്ന് വളർത്തി സമൂഹത്തിൽ സമർപ്പിച്ചിട്ടാണ് പോയിട്ടുള്ളത്. ഞാൻ ഉസ്താദിന്റെ മക്കളെ ഇരുത്തി, അവിടുത്തെ പേരക്കുട്ടികളെ ഇരുത്തി ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുന്നു സഹോദരങ്ങളെ. യംബഗി അൻ യുഅല്ലിമ അഹ്ലഹു മാ യഹ്താജു ഇലൈഹി ഫിദ്ദീൻ മിൻ അഹ്കാമി ത്വഹാറ വൽ ഹൈളി വൻ നിഫാസി വയുഅല്ലിമുഹും വയംനഉഹുൽ മൻഹിയ അൻഹു. പണ്ഡിത